സുഹൃത്തുക്കളെ, ഇപ്പോൾ ഞാനുള്ളത് മാന്നാനം KE സ്കൂളിൻ്റെ മുന്നിലാണ്. KE സ്കൂളിൻ്റെ മുന്നിലെ ക്രിസ്മസ് ഇലുമിനേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇത് കണ്ടോ, ഇപ്പോൾ കേരളത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കെട്ടുവള്ളം, അതിൽ ഒരാൾ ഇങ്ങനെ തുഴഞ്ഞു പോകുന്ന ഒരു തീമാണ് ഇത്. അതുകൂടാതെ അപ്പുറത്ത് നമ്മുടെ യോന പ്രവാചകൻ 3 നാൾ മത്സ്യത്തിനുള്ളിൽ കഴിഞ്ഞ ഒരു തീമാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. നമുക്കറിയാം, യോന പ്രവാചകൻ 3 നാൾ മത്സ്യത്തിനുള്ളിൽ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഒരു തീമാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്ത് ഈ സൈഡിൽ വലിയൊരു ബലൂൺ, ഒരു ലൈറ്റ് ഹൗസ്, പിന്നെ ഒരു വലിയൊരു സാന്താക്ലോസ്. അതുകൂടാതെ അതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു നല്ലൊരു പുൽക്കൂട് ഇവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നതാണ്. ആ പുൽക്കൂടൊന്ന് എൻ്റെ പ്രേക്ഷകരിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കണം. നല്ല രീതിയിൽ കേട്ടോ, ഇവിടെ ഒത്തിരി വിസിറ്റേഴ്സ് ഇങ്ങനെ ഇത് കാണാനായിട്ട്, ഈ സീൻ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഈ രാത്രിയിൽ ഈ സീനൊക്കെ നല്ല രീതിയിൽ കണ്ട് ആസ്വദിക്കാനും ഈ ഇലുമിനേഷനെല്ലാം കണ്ട് ആസ്വദിക്കാനും ഒക്കെ കുട്ടികൾ ഇഷ്ടംപോലെ കുട്ടികളുമായിട്ട് ഓരോ ഫാമിലിയും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയൊരു ക്രിസ്മസ് പാപ്പ ഇവിടെ, വളരെ മനോഹരമായ ഒരു ക്രിസ്മസ് പാപ്പ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നല്ലൊരു ക്രിസ്മസ് ക്രിബ്, പുൽക്കൂട് സ്ഥാപിച്ചിരിക്കുന്നു. പുൽക്കൂട്ടിൽ എപ്പോഴും ഇങ്ങനെ പാട്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം അടുത്ത് ഇങ്ങനെ ഒരു മലയിൽ നിന്നും വെള്ളം ഒഴുകുന്ന ഒരു തീം കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കേരളത്തിൻ്റെ ഒരു പ്രൗഢി കാണിക്കുന്ന ഒരു കലാരൂപം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ഇവിടുത്തെ ഇലുമിനേഷനും കൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. ഇവിടുത്തെ നല്ല മനോഹരമായ ഇലുമിനേഷൻ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എൻ്റെ പ്രേക്ഷകരിലേക്ക് ഇതെല്ലാം ഒന്ന് കാണിച്ച് നല്ല രീതിയിലൊന്ന് കാണിക്കുക പ്രേക്ഷകർക്ക്. ഇവിടുത്തെ ഇലുമിനേഷൻ ക്യാമറേഷൻ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്ന, ആദ്യമായിട്ട് കുട്ടികൾക്ക് ആദ്യ അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ഒരു സീനാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഒപ്പം ഇവിടുത്തെ ഇലുമിനേഷൻ നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇലുമിനേഷൻ. നല്ല രസമാണ്. എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ ഇവിടെ ഈ ക്രിസ്മസ് കാലത്ത് ഇതെല്ലാം ഇവിടെ വന്ന് ഇതെല്ലാം കണ്ട് ആസ്വദിക്കാൻ സാധിക്കാത്ത പ്രവാസി സുഹൃത്തുക്കൾക്കായിട്ട് പ്രത്യേകമായിട്ട് ഞാനിത് സമർപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആസ്വദിക്കുക. ഒരിക്കൽ കൂടി മെറി ക്രിസ്മസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ജോസ് ചുനാട്. താങ്ക് യു.